തൻ്റെ 59 വർഷത്തെ ഈ ലോക ജീവിതത്തിനുള്ളിൽ അസീസി എന്ന നഗരത്തിൻ്റെ പ്രകാശമായവൾ ഫ്രാൻസിസിനെ ദൈവം ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വിശ്വസ്തതാപുറം നിറവേറ്റിയവൾ, അനേകം വിശുദ്ധരെ രൂപപ്പെടുത്തിയ ഒരു സമൂഹത്തിൻ്റെ നാഴികക്കല്ലായവൾ. ആ പുണ്യജീവിതമാണ് അസീസിയിലെ വിശുദ്ധ ക്ലാര. 1194 അസീസി എന്ന നഗരത്തിലെ ഒരു സമ്പന്ന കുടുംബത്തിലാണ് ക്ലാര ജനിക്കുന്നത്. ക്ലാരയുടെ ജനന സമയത്ത് തന്നെ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ അവളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. അവളുടെ അമ്മയായ ഓർത്തലോന ഒരു ഭക്തിയായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു. ക്ലാര ജനിക്കാറാവുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഒരു പ്രചോദനം ഉണ്ടാവുകയാണ്. ഈ കുഞ്ഞ് അനേകം ജീവിതങ്ങളിലേക്ക് പ്രകാശം പരത്തുന്നവളായി മാറും. അങ്ങനെയാണ് പുണ്യവതിക്ക് ക്ലാര എന്ന പേര് നൽകുന്നത്. അതിനുശേഷം ക്ലാരയുടെ ജീവിതം നമ്മൾ നോക്കി കാണുവാണെങ്കിൽ 2 വ്യക്തികളുടെ ഒരു ഇടപെടൽ അവളിലെ പുണ്യവതിയെ രൂപപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്നാമത് ക്ലാരയുടെ അമ്മയായ ഓർത്തലോന തന്നെയാണ്. സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചത്. എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നിട്ട് പോലും തൻ്റെ മക്കളെ ദൈവഭക്തിയിലും അതുപോലെ തന്നെ കൂടെയുള്ളവരോടുള്ള സ്നേഹത്തിലും കരുതലിലും വളർത്തുന്നതിന് ഈ അമ്മ ഒത്തിരി ശ്രദ്ധ കൊടുത്തിരുന്നു. വളരെ കുഞ്ഞു തൊട്ട് തന്നെ പ്രാർത്ഥനകൾ ചൊല്ലിപ്പിക്കുന്നു. അതുപോലെ തന്നെ കൂടെയുള്ളവർക്ക് സഹായം അഭ്യർത്ഥിച്ച് വരുന്നവരിലേക്ക് സഹായം എത്തിച്ച് നൽകുന്നതിനൊക്കെ ആയിട്ട് അമ്മ മക്കളെ പരിശീലിപ്പിക്കുമായിരുന്നു. ഇത് അവളുടെ ജീവിതത്തിലുടനീളം ഈ ഒരു കരുതലും സ്നേഹമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ കുഞ്ഞിൽ തന്നെ ഒത്തിരി കല്ലുകളൊക്കെ കൂട്ടിവെച്ച് സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നതൊക്കെ അതൊക്കെ ക്ലാരയുടെ ഒരു ശീലമായിരുന്നു. രണ്ടാമത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് വിശുദ്ധ ഫ്രാൻസിസ് ആണ്. ക്ലാരയും ഫ്രാൻസിസും സമപ്രായക്കാരായിട്ടുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസിൻ്റെ ജീവിതം ക്ലാരയുടെ കൺമുമ്പിലാണ് ഉണ്ടായിരുന്നത്. ക്ലാരയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഫ്രാൻസിസിൻ്റെ ജീവിതം. വളരെ നമ്മുടെ ഇന്നത്തെ ഒരു ഭാഷയിലൊക്കെ പറയുവാണെങ്കിൽ വളരെ അലംബനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഫ്രാൻസിസ്. പക്ഷെ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം ഫ്രാൻസിസിനുണ്ടായ മാറ്റം അത് ചില്ലറ മാറ്റമൊന്നും ആയിരുന്നില്ല. അതുവരെ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ വഴികളിൽ കൂടിയും സഞ്ചരിച്ച ഫ്രാൻസിസ് പിന്നീട് അങ്ങോട്ട് ക്രിസ്തുവിനെ പ്രതി ഒരു ഭ്രാന്തനായി മാറുന്നതാണ് കാണുന്നത്. ക്രിസ്തുവിനെ പ്രതി ഒരു യാചകന്റെ വേഷത്തിലോട്ട് അവൻ മാറുന്നുണ്ട്. ഈ ഒരു പരിവർത്തനം അത് ക്ലാരയെ ചിന്തിപ്പിക്കാൻ തുടങ്ങി. എന്താണ് ഈ മാറ്റത്തിൻ്റെ കാരണം? ഈ മാറ്റത്തിൻ്റെ കാരണമായിട്ടുള്ള ക്രിസ്തുവിനെ കുറിച്ച് അവൾ അറിയാൻ ശ്രമിച്ചു. പിന്നീട് ഫ്രാൻസിസിൻ്റെ തന്നെ പല പ്രസംഗങ്ങളിൽ കൂടി അതുപോലെ തന്നെ ഫ്രാൻസിസുമായിട്ടുള്ള കൂടിക്കാഴ്ചകളും സംഭാഷണങ്ങളും ഒക്കെ ക്രിസ്തുവിനെ അറിയാൻ ഒരു കാരണമാവാൻ തുടങ്ങി. ഈ ഒരു അറിവ് ക്ലാരയിൽ ഉണ്ടാക്കുന്ന ഒരു തീരുമാനമുണ്ട്. അത് ചില്ലറ തീരുമാനമൊന്നും ആയിരുന്നില്ല. കാരണം അതുവരെ എല്ലാ സമ്പത്തിൻ്റെ നടുവിൽ സുഖത്തിൻ്റെ നടുവിൽ കഴിഞ്ഞ ക്ലാര പിന്നീട് ഒരു ഉറച്ച തീരുമാനത്തിലോട്ട് നയിക്കുന്നുണ്ട്. ആ ഉറച്ച തീരുമാനം എന്ന് പറയുന്നത് എല്ലാ സമ്പത്തും ഉപേക്ഷിച്ചുകൊണ്ട്, എല്ലാ സുഖങ്ങളും അവൾക്ക് കൈവരിക്കാൻ പോകുന്ന സകല സ്ഥാനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഫ്രാൻസിസിൻ്റെ പാതയിലൂടെ ക്രിസ്തുവിനെ പിന്തുടരാനുള്ള ഒരു തീരുമാനം. അങ്ങനെ 1212 ഒരു ഓശാന ഞായറാഴ്ചയാണ് ക്ലാര ആ ധീരമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നത്. നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ ചിന്തിക്കുവാണെങ്കിൽ വളരെ സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു യുവതലമുറയെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതുപോലെ തന്നെ ലോകത്തിൻ്റെതായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ആണ് ദ റിയൽ അച്ചീവ്മെൻറ്റ്സ് എന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ ജീവിക്കുമ്പം ഇവിടെയാണ് ക്ലാര ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. എല്ലാ സമ്പത്തും ഉണ്ടായിട്ട് എല്ലാ സുഖങ്ങളും ഉണ്ടായിട്ട് ഒരു പക്ഷെ മുമ്പോട്ട് പോവുകയായിരുന്നെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ തന്നെ ഭരണം കൈവരിക്കാൻ സാധ്യമായിരുന്നിട്ട് പോലും അതെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി അവൾ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു ഓശാന ഞായറാഴ്ച അവൾ ആ തീരുമാനം എടുത്തുകൊണ്ട് വീട് വിട്ടിറങ്ങുന്നുണ്ട്. ഫ്രാൻസിസിൻ്റെ ഒപ്പം വീട് വിട്ടിറങ്ങുന്നു. അങ്ങനെ ഫ്രാൻസിസ് ക്ലാരയെ എത്തിക്കുന്നത് ഒരു ബെനഡിക്റ്റൻ മഠത്തിലാണ് കൊണ്ടെത്തിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ബെനഡിക്റ്റൻ മഠം എന്ന് പറയുന്നത് ഒരു സമ്പത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ഒരു സ്ഥലമായിരുന്നു. ബെനഡിക്റ്റൻ മഠത്തിൽ അംഗമാവുക എന്ന് പറയുന്നത് ഒരു അംഗീകാരമായിട്ട് കരുതിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് സമ്പന്ന കുടുംബത്തിലുള്ള സ്ത്രീകളൊക്കെ തന്നെ അവർക്ക് അവകാശമായിട്ടുള്ള സ്വത്ത് വിറ്റ് ഈ മഠത്തിൻ്റെ ഭാഗമാവുന്നുണ്ട്. വളരെ സമ്പത്തിലാണ് അവർ ജീവിച്ചുകൊണ്ട് പോയിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു ജീവിത രീതി ക്ലാരയെ സംബന്ധിച്ച് വളരെ പ്രയാസകരമായിരുന്നു. കാരണം ക്ലാരയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ക്രിസ്തുവിനെ പ്രതി ദാരിദ്ര്യത്തെ പുൽകുക എന്നുള്ളൊരു മനോഭാവമായിരുന്നു ക്ലാരയുടെ ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷേ നേരെ വിപരീതമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ക്ലാരയ്ക്ക് അവിടെ നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ അധിക കാലം ആ മഠത്തിൽ താമസിക്കാനായിട്ട് ക്ലാരയ്ക്ക് സാധിച്ചു
താമസിച്ചില്ല, ക്ലാര അവിടുന്ന് ഇറങ്ങിപ്പോരുവാനും ചെയ്യുന്നത്. പിന്നീട് സാന്റാമ്യൂനോ ദേവാലയത്തിൽ കുറച്ച് സഹോദരികളുടെ കൂടെ അവർ പിന്നീട് ജീവിതം ആരംഭിക്കുവാണ്. ആ സമയത്താണ് അടുത്തൊരു പ്രതിസന്ധി ഇവർ നേരിടേണ്ടി വരുന്നത്. ആ പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കാലഘട്ടത്തിൽ ബെനഡിക്റ്റൻ, ബേസിൽ തുടങ്ങിയ അവരുടെ നിയമാവലി സ്വീകരിക്കുന്ന മഠത്തിന് അവർക്കായിരുന്നു നിയമസാധുത ഉണ്ടായിരുന്നത്. അവരുടെ നിയമാവലിയിൽ ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിശേഷ അവകാശമായിട്ട് എഴുതി ചേർക്കപ്പെട്ടിരുന്നില്ല. ഇതാണ് അടുത്ത ഒരു പ്രതിസന്ധി ക്ലാരയും സമൂഹവും നേരിടേണ്ടി വന്നത്. പക്ഷേ ഈ ഒരു പ്രതിസന്ധി അവർക്ക് നേരിടേണ്ടി വന്നത് ഫ്രാൻസിസിന്റെ നിർദ്ദേശപ്രകാരം ഈ ഒരു നിയമാവലി തന്നെ സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ടുള്ള ഒരു നിർദ്ദേശമായിരുന്നു ഫ്രാൻസിസ് ക്ലാരയ്ക്ക് കൈമാറിയത്. ശരിക്കും പറഞ്ഞാൽ ക്ലാരയ്ക്ക് അത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ഫ്രാൻസിസിനെ പോലെ തന്നെ സർവ്വതും ഉപേക്ഷിച്ച് ദാരിദ്ര്യത്തിൽ ജീവിക്കാനായിരുന്നു ക്ലാര ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഈ നിയമത്തിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷേ തൻ്റെ ആത്മീയ ഗുരുവായിട്ടുള്ള ഫ്രാൻസിസിനെ അനുസരിക്കുക എന്നുള്ളതായിരുന്നു ക്ലാര അന്ന് ചെയ്തത്. മാത്രമല്ല, ബെനഡിക്റ്റൻ നിയമപ്രകാരം ആബസ് എന്ന പദവി എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ മെത്രാൻ തുല്യമായിട്ടുള്ള ഒരു അധികാര പദവിയായിരുന്നു. അത് സ്വീകരിക്കാനും ഫ്രാൻസിസിന്റെ നിർദ്ദേശം ഉണ്ടായി. ഇതും ക്ലാരയെ സംബന്ധിച്ച് വളരെ പ്രയാസമായിരുന്നു. കാരണം അവൾക്ക് സ്ഥാനങ്ങളോടോ മറ്റ് അധികാരത്തോടോ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷെ വീണ്ടും ഒരു അനുസരണത്തെ പ്രതി അവൾ അത് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. എന്നിരുന്നാൽ കൂടി ഒരു അധികാരത്തിന്റെ, ആബസ് എന്ന പദവിയുടെ ഒരു അധികാരമൊന്നും ക്ലാര ഉപയോഗിച്ചിരുന്നില്ല. സാധാരണ മറ്റ് സഹോദരികളെ പോലെ തന്നെ സാധാരണ രീതിയിലാണ് അവൾ എല്ലാ ജോലിയും ചെയ്തുകൊണ്ടാണ് അവൾ ജീവിച്ചിരുന്നത്. അവിടെ സമൂഹത്തിന്റെ 3 പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ് ക്ലാര അവരുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയത്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥിക്കുന്ന സമൂഹമായിട്ട് രൂപപ്പെടുക എന്നുള്ളതായിരുന്നു. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ക്ലാരയെ സംബന്ധിച്ച് കുറച്ച് വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു അതരവ്യായാമമായിരുന്നില്ല. മറിച്ച് എവിടെയായിരുന്നാലും തൻ്റെ ഹൃദയം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാകുന്ന അതായിരുന്നു അവളെ സംബന്ധിച്ച് പ്രാർത്ഥന. രണ്ടാമതായിട്ട് ജോലി ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് രൂപപ്പെടുക. അതായത് അലസമായിട്ട് സമയം ചെലവഴിക്കാനായിട്ട് ക്ലാര തന്നെയും തൻ്റെ കൂടെയുള്ളവരെയും അനുവദിച്ചിരുന്നില്ല. എല്ലാ സമയത്തും പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ ഏകാന്തതയിൽ ചെലവഴിക്കുന്ന സമയം ഒഴികെ ബാക്കി എല്ലാ സമയത്തും തന്നെയും ജോലിയിൽ ഏർപ്പെടാനായിട്ട് ക്ലാര പ്രോത്സാഹിപ്പിച്ചിരുന്നു. മൂന്നാമതായിട്ട് പരിപൂർണ ദാരിദ്ര്യം. തന്നെ പ്രതി കുരിശിൽ പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ദാരിദ്ര്യത്തെ ഏറ്റവും പ്രധാനമായിട്ട് കാണാനായിട്ട് ക്ലാര പരിശീലിപ്പിച്ചിരുന്നു. ഈ 3 കാര്യങ്ങളായിരുന്നു ഈ സമൂഹത്തിൻ്റെ ഒരു രൂപപ്പെടലിന് ക്ലാര പ്രധാനമായിട്ടും കണ്ടിരുന്നത്. ക്ലാരയിലൂടെ ആരംഭിച്ച ഈ സമൂഹത്തിനെ ഓർഡർ ഓഫ് പുവർ ലേഡീസ് ഓഫ് സാൻ ഡാമിയാനോ അങ്ങനെയാണ് പിന്നീട് അസീസി നഗരത്തിലൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നീട് ഒരുപാട് സമ്പന്ന കുടുംബത്തിലൊക്കെ പെട്ട ഇവരുടെ ഒരു ജീവിതം കണ്ട് ആകർഷിക്കപ്പെട്ട് ഒരുപാട് പെൺകുട്ടികൾ ഇവരുടെ ഒരു സമൂഹത്തിലോട്ട് ചേരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ വേറൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലാരയുടെ അനുജത്തിയായിട്ടുള്ള കാതറിനും ക്ലാര അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ ക്ലാരയുടെ കൂടെ തന്നെ ചേരുന്നുണ്ട്. അത് വളരെ പ്രതിസന്ധിയുള്ള ഒരു സമയമായിരുന്നു. കാരണം 2 പേരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുക എന്നുള്ളത് ആ വീടിനെ സംബന്ധിച്ച് വളരെ പ്രയാസമായിരുന്നു. കാതറിനെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീട്ടുകാർ വരുന്നതും ആ സമയത്ത് ക്ലാര ദിവ്യകാരുണ്യനാഥനെയാണ് ആശ്രയിക്കുന്നത്. കാരണം മറ്റൊന്നും അവർക്ക് ആശ്രയിക്കാനുണ്ടായിരുന്നില്ല. ആ സമയത്ത് കാതറിനെ പിടിച്ചു കൊണ്ടുപോകാനായിട്ട് വീട്ടുകാർ വരുമ്പം ക്ലാര ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും പിന്നീട് കാതറിനെ പിടിച്ചുകൊണ്ടാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ എടുക്കാൻ നോക്കുമ്പം വളരെയധികം ഭാരം അനുഭവപ്പെടുന്നതൊക്കെ ആയിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ കാതറിൻ പിന്നീട് ആഗ്നസ് എന്നുള്ള പേര് സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ സഭയുടെ നോക്കിക്കഴിഞ്ഞാൽ സഭയിൽ ഇന്ന് വണങ്ങപ്പെടുന്ന മറ്റൊരു വിശുദ്ധിയായിട്ടാണ് ആഗ്നസ് മാറിയിരിക്കുന്നത്. ക്ലാരയുടെ ജീവിതത്തെ സംബന്ധിച്ച് 2 വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവൾക്ക് ദിവ്യകാരുണ്യനാഥനോടുള്ള ഒരു ഭക്തിയായിരുന്നു. ഏത് കാര്യത്തിലും ദിവ്യകാരുണ്യത്തിലാണ് അവൾ ആശ്രയം കണ്ടെത്തിയത്, മറ്റൊന്നും ആശ്രയമില്ലാത്ത. നമ്മൾ എസ്തേറിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവമേ അങ്ങല്ലാതെ മറ്റാരും ആശ്രയമില്ലാത്ത ഏകയായ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്നുള്ളത്. ഇത് തന്നെയായിരുന്നു ക്ലാരയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതൊക്കെ പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും ക്ലാര ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിലാണ് ആശ്രയം കണ്ടെത്തിയത്. മറ്റൊരു സംഭവം പറയാനുള്ളത്
ആ ഒരു കാലഘട്ടത്തിൽ ഫെഡറിക് രാജാവിൻ്റെ ഒരു ആക്രമണം അസീസി നഗരത്തിന് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ ആക്രമണത്തെ തുടർന്ന് സാന്റാമ്യൂണോ ദേവാലയത്തിലും അവർക്കും ഒരു ആക്രമണം നേരിടേണ്ടി വരുന്നു. ഈ സമയത്ത് എല്ലാവരും ഭയന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് ക്ലാര ഇതിനെ നേരിട്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവ്യകാരുണ്യം വഹിക്കുന്ന അരുളിക്ക് എടുത്തു പിടിച്ചുകൊണ്ടാണ് ഈ ആക്രമണത്തെ ക്ലാര നേരിടുന്നത്. അങ്ങനെ ആക്രമിക്കാൻ വരുന്ന ആളുകൾ പിന്തിരിഞ്ഞോടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇതിൽ നിന്നും ദിവ്യകാരുണ്യനാഥന് എത്രമാത്രം തൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ അവൾ ആശ്രയിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലാരയ്ക്ക് ക്രൂശിതനോടുള്ള ഒരു സ്നേഹമാണ്. മരണത്തിന് മുമ്പ് 28 വർഷത്തോളം ക്ലാര ഒരു കിടപ്പ് രോഗിയായിരുന്നു. ഈ കിടപ്പ് രോഗിയായിരുന്ന സമയത്ത് പോലും ഒരുപാട് സഹനങ്ങളിലൂടെ ക്ലാര കടന്നു പോയപ്പോഴും ക്രൂശിതനാഥൻ്റെ അടുത്ത് ആ സ്നേഹമായിരുന്നു അവളെ ഈ സഹനങ്ങളെ നേരിടാനായിട്ട് അവളെ പ്രാപ്തിയാക്കിയത്. അവൾക്ക് നേരിടേണ്ടി വന്ന സഹനങ്ങളൊക്കെ ക്രൂശിതനോടുള്ള സ്നേഹത്തെ പ്രതി ആ പീഡാനുഭവത്തോട് ചേർത്ത് വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും ക്രൂശിത രൂപത്തിൽ നിന്നും നേടിയെടുത്ത ഒരു ശക്തിയാണ് അവളുടെ ജീവിതത്തിൽ അവൾ എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനായിട്ട് ക്ലാരയെ ശക്തിപ്പെടുത്തുന്നത്. അങ്ങനെ അനേകം ജീവിതങ്ങളിലേക്ക് പ്രകാശം പരത്തിയ ക്ലാരയുടെ ജീവിതം 1753 ഓഗസ്റ്റ് 11 തീയതിയാണ് അവൾ മരിക്കുന്നത്. മരിച്ച് ഏതാനും വർഷങ്ങൾക്ക് 2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ സഭ അവളെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ക്ലാരയുടെ ജീവിതം മുഴുവൻ നമ്മൾ നോക്കി കാണുമ്പം നമ്മളെ വളരെയധികം ആകർഷിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് അവൾ എടുക്കുന്ന ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ വീട് ഉപേക്ഷിച്ച് അവൾ ഇറങ്ങിപ്പോരുന്നു. പിന്നീടുള്ള വർഷങ്ങൾ മുഴുവനും നമ്മൾ നോക്കി കാണുവാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അവൾ ഇറങ്ങിപ്പോരുന്നത്, ഫ്രാൻസിസ് എന്ത് ദൗത്യമാണോ അവളെ ഏൽപ്പിച്ചത് ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വിശ്വസ്തതാപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് നിറവേറ്റാനായിട്ട് ക്ലാര ശ്രദ്ധ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലാര മരിക്കുന്നതിന് 2 ദിവസം മുൻപാണ് ദാരിദ്ര്യം എന്ന വിശേഷ അവകാശം അവരുടെ നിയമാവലിയിൽ എഴുതപ്പെടാനായിട്ടുള്ള ഒരു സാധുത ലഭിക്കുന്നത്. ആ മരണം വരെ അവൾ അതിനു വേണ്ടിയിട്ട് പോരാടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രാൻസിസും ക്ലാരയും തമ്മിലുള്ള ഒരു സൗഹൃദമാണ്. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മുടെ സൗഹൃദങ്ങൾ പല രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. നമ്മുടെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സൗഹൃദങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അവിടെയാണ് ഫ്രാൻസിസും ക്ലാരയും വ്യത്യസ്തമായിട്ട് നിലകൊള്ളുന്നത്. അവരുടെ സൗഹൃദം അത് ക്രിസ്തു കേന്ദ്രീകൃതമായിരുന്നു. പരസ്പരം ക്രിസ്തുവിലേക്ക് വളരാനായിട്ടാണ് അവരുടെ സൗഹൃദത്തിലൂടെ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ പ്രാർത്ഥന എന്ന ഒരു കാര്യത്തെ അവൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളതായിരുന്നു. ജീവിതം മുഴുവൻ നമ്മൾ നോക്കി കാണുവാണെങ്കിൽ എന്ത് ചെയ്താലും അത് ആ സമയത്തെല്ലാം തന്നെ ദൈവത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കാനായിട്ടുള്ള ഒരു വെമ്പൽ അത് അവളുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രാർത്ഥനയിൽ നിന്ന് ലഭിച്ച ശക്തിയാണ് അവരുടെ എല്ലാ കാര്യത്തിനും ആ സമൂഹത്തെ രൂപപ്പെടുത്താനൊക്കെ ആയിട്ടുള്ള വലിയൊരു ശക്തി അവർക്ക് നൽകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു കാലഘട്ടത്തിലെ ബെനഡിക്റ്റിൻ മഠങ്ങൾ എന്നൊക്കെ പറയുന്നത് ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു രീതിയിലോട്ട് വഴി മാറിപ്പെട്ട ഒരു സമയമായിരുന്നു. ഈ സമയത്താണ് ഫ്രാൻസിസും ക്ലാരയുടെയും ജീവിതം അനേകം ആളുകൾക്കൊരു മാതൃകയായിട്ട് നിലകൊള്ളുന്നത്. നമ്മളും ആയിരിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ പല പ്രതിസന്ധികളും ലോകത്തിൻ്റെതായിട്ടുള്ള പല പ്രതിസന്ധികളും നമ്മൾ നേരിടേണ്ടി വരുമ്പോഴും നമുക്ക് ലഭിച്ച ബോധ്യത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് പ്രാർത്ഥനയിലൂടെ ശക്തി സ്വീകരിച്ചുകൊണ്ട് ആ ജീവിതത്തെ മാതൃകയാക്കിയിട്ട് ക്രിസ്തുവിന് വേണ്ടിയിട്ട് ആ ജീവിതത്തെ മാതൃകയാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ ആയിരിക്കാനൊക്കെ ആയിട്ട് ഈ ജീവിതങ്ങൾ നമുക്ക് വലിയൊരു വെല്ലുവിളി നൽകുന്നുണ്ട്. ഈ ഒരു കുറച്ച് സമയം നമ്മൾ ക്ലാരയുടെ ജീവിതത്തിലൂടെ നമ്മളിങ്ങനെ നോക്കി കാണുമായിരുന്നു. ക്ലാരയുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അവളുടെ ബാല്യകാലം അമ്മ അവൾക്ക് നൽകിയ ഒരു രൂപീകരണം ഉണ്ടായിരുന്നു. അതിനുശേഷം യൗവനത്തിലോട്ട് കടന്നപ്പോഴാണെങ്കിലും ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ രാജാവായിട്ട് ഒന്നാമതായിട്ട് ക്രിസ്തുവിനെ കാണാനായിട്ട് അവളെടുത്ത ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. ദിവ്യകാരുണ്യനാഥനോടുള്ള അഗാധമായിട്ടൊരു ഭക്തി, ഏത് സഹനത്തിൻ്റെ സമയത്തും ക്രൂശിതനോടുകൂടി ആ സഹനങ്ങളെ ഏറ്റെടുക്കാനുള്ള അവളുടെ ഒരു തീരുമാനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ നോക്കിക്കാണുമായിരുന്നു. ഈ ഒരു ചിന്ത നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ക്ലാര നമ്മുടെ മുൻപിലോട്ട് വെക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതൊരു പക്ഷേ ദിവ്യകാരുണ്യനാഥനിലുള്ള ഒരു ആശ്രയത്വമായിരിക്കാം, അല്ലെങ്കിൽ സഹനങ്ങളെല്ലാം തന്നെ ക്രൂശിതനോട് ചേർത്ത് വെക്കാനുള്ള ഒരു തീരുമാനമായിരിക്കാം. ക്രിസ്തുവിനെ പ്രതി എന്തെങ്കിലും ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മരണം വരെ അതിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യമായിരിക്കാം. അതും അല്ലെങ്കിൽ
പ്രാർത്ഥനയെക്കുറിച്ച് ക്ലാര ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഏതൊരു സമയത്തും പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിലോട്ട് മനസ്സർപ്പിക്കുന്നതാണ് പ്രാർത്ഥന. ഈ ഒരു കാര്യമായിരിക്കാം നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ, ഈ ഒരു സമയം മുതൽ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.